Hello friends, welcome back to Star Live Tech. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യൂ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിൽ നിന്ന് ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഒരു സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഐക്യൂ U1 എന്ന സ്മാർട്ട് ഫോൺ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന സ്മാർട്ട് ഫോൺ ആണെന്ന്. ഏകദേശം 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഐക്യൂ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് നോക്കുമ്പോൾ 6.53 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഡിവൈസിൽ വരുന്നത്. ഒരു IPS LCD പാനലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഏകദേശം 84.1% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്കൊരു ഡിവൈസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്ക്രീൻ റെസൊല്യൂഷനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1080x2340 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ 395 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഓവറോൾ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 190 ഗ്രാംസ് ആണ്. ഇനി നമ്മൾ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 720G എന്ന ചിപ്സെറ്റാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ Adreno 618 ആണ് ഈ ഡിവൈസിന്റെ GPU. അപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ റെഡ്മിയുടെ Note 9 സീരീസ്, അതുപോലെ തന്നെ റിയൽമിയുടെ 6 Pro എന്നീ ഡിവൈസുകളിലൊക്കെ വന്ന അതേ ഒരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഡിവൈസിലും വരുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിന് 13,000 രൂപ പ്രൈസ് റേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിവൈസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഐക്യൂയുടെ U1 എന്ന സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് നമുക്ക് 3 വേരിയൻസിൽ വരുന്നുണ്ട്. ബേസ് വേരിയന്റ് വരുന്നത് 6GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. അതുപോലെ തന്നെ മിഡിൽ വേരിയന്റ് 6GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജും. ടോപ്പ് വേരിയന്റ് വരുന്നത് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജുമാണ്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിന്റെ ക്യാമറ സെഗ്മെന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. പ്രൈമറി സെൻസർ 48 മെഗാപിക്സൽ ആണ്. f1.8 ആണ് അപ്പർച്ചർ വരുന്നത്. അതോടൊപ്പം 2 മെഗാപിക്സലിന്റെ ഒരു ഡെപ്ത് സെൻസറും 2 മെഗാപിക്സലിന്റെ ഒരു മാക്രോ ലെൻസും ഈ ഡിവൈസിൽ വരുന്നുണ്ട്. പിന്നെ ഒരു LED ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ കാണാം. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K വീഡിയോസ് 30 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ സെൽഫി ക്യാമറയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് ഈ ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ f2.0 ആണ് അപ്പർച്ചർ കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേക്കകത്ത് പഞ്ച് ഹോൾ കട്ടിലാണ് ഈ സ്മാർട്ട് ഫോണിന്റെ സെൽഫി ക്യാമറ വരുന്നത്. ഇനി നമ്മൾ ബാറ്ററി സെഗ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൽ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. അതോടൊപ്പം 18 വാട്ട്സിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഡിവൈസിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡിവൈസിൽ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ സെയിം നമ്മുടെ റെഡ്മി Note 9 സീരീസിന്റെ പോലെ തന്നെ സൈഡിലാണ് ഈ ഡിവൈസിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം 3.5mm ഓഡിയോ ജാക്കും ഈ ഡിവൈസിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസ് നമുക്ക് 3 കളേഴ്സിലാണ് വരുന്നത്. സ്റ്റാർ ബ്ലൂ, അതുപോലെ തന്നെ സീക്രട്ട് ബ്ലാക്ക്, സണ്ണി ഫ്രോസ്റ്റ് വൈറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് ഈ ഡിവൈസ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഐക്യൂ U1 എന്ന ഐക്യൂ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബഡ്ജറ്റ് സെഗ്മെന്റിൽ വന്ന സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസ്. ഈ ഒരു ഡിവൈസിന്റെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ മിക്കവാറും ഈ ഒരു സ്മാർട്ട് ഫോൺ October 8 ലോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രൈസിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഏകദേശം 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 13,000 രൂപയ്ക്ക് ഈ ഡിവൈസിന്റെ 6GB റാം ആൻഡ് 64GB ഇന്റേണൽ സ്റ്റോറേജ് എന്ന വേരിയന്റ് ആണ് വരുന്നത്. മറ്റു വേരിയന്റുകൾക്ക് ഏകദേശം 15,000 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഐക്യൂ U1 എന്ന സ്മാർട്ട് ഫോൺ. ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഏകദേശം സെയിം ഡിസ്പ്ലേ തന്നെയാണ്, പഞ്ച് ഹോൾ കട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗന്റെ 720G എന്ന ചിപ്സെറ്റും വരുന്നുണ്ട്. പിന്നെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയ നല്ലൊരു ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഡിവൈസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റെഡ്മി Note 9 Pro, അതുപോലെ തന്നെ പോക്കോ M2 Pro എന്നീ ഡിവൈസുകളുമായി കമ്പറ്റീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച സ്മാർട്ട് ഫോൺ തന്നെയാണ് ഐക്യൂ U1. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.